ആകെ ഒരു ഇച്ചിരിയേ ഉള്ളൂ. അത് നിന്നോട് കൊടുത്താലോ? ഓണക്കോടി കിട്ടും. എനിക്കൊരു ഉണക്കക്കോടി ഒരു ഇതിലായിട്ടും കിട്ടിയിട്ടില്ല. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി കിട്ടും മക്കളെ. അല്ല കോടി ഓൾറെഡി അത് എനിക്കുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. പുതിയ വ്ലോഗ് എടുക്കാം നമുക്ക്. ഏടാ ശിംബ ഗൈസ്. അപ്പം നമ്മളിന്നൊരു പുതിയ വ്ലോഗ് എടുക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വ്ലോഗിൻ്റെ അടി കിട്ടും മക്കളെ. സിംബയ്ക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല. നമുക്ക് കൈയൊക്കെ ഒന്ന് വാശിയിട്ട് വരാം. അതിന് മുന്നേ കാര്യം പറഞ്ഞിട്ട് പോകാം ഗൈസ്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ വ്ലോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. ഇന്ന് എന്ത് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇന്നൊരു പ്രത്യേകതയില്ല. എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്, അത്ര കഷ്ടപ്പെട്ടാണ് ഗൈസ് ഞാൻ എൻ്റെ ഒരു ദിവസം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ദിവസം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. അയ്യോ കൈ ചൊറിയാൻ പറ്റില്ല ഗൈസ്, പൂച്ചനത്തൊട്ട്. എന്താ പല്ല് തേച്ച് ഇനി കാപ്പി കുടിക്കുന്നത് മുതൽ പിന്നെ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഗൈസ്. ഓക്കെ, സെറ്റല്ലേ? അപ്പം നമുക്കിന്ന് തുടങ്ങാം. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. അപ്പം ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, കൈ കഴുകുക. എന്നിട്ട് കറണ്ട് ഉണ്ട് ഗൈസ്, പക്ഷേ വൈഫൈയും ഇല്ല, കേബിളും ഇല്ല. ഇത് രണ്ടും കട്ടായി. ചേട്ടാ വന്ന് നോക്കിയെങ്കിലും ശരിയായിട്ടില്ല. ശരിയാക്കും ഉടനെ തന്നെ. ഓക്കെ, നമ്മൾ കൈയൊക്കെ കഴുകി ഇനി നമ്മൾ ഫുഡ് കഴിച്ചാൻ പോവാണ്. ഇനി നമ്മളത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരട്ടിയും ചിക്കൻ കറിയും കഴിച്ചു. അപ്പം നമ്മൾ ഒരട്ടിയും ചിക്കൻ കറിയാണ് കഴിക്കുക. നമ്മുടെ വാപ്പ കഴിച്ചിട്ട് പാത്രം കഴുകാതെ വെച്ചിട്ട് പോയി കഴിച്ചു. നമുക്ക് ഞാൻ പാത്രം കഴുകിയിട്ട് ആ പാത്രം തിന്നാം. അല്ലാതെ നമുക്ക് വേണ്ടതില്ലെങ്കിൽ പാത്രം പിടിക്കൂലേ. ഫേസ് എക്സസൈസ് ചെയ്യണമെന്ന് എല്ലാവരും പറയും, പക്ഷെ എനിക്ക് മടിയാണ് വീഡിയോ എടുക്കാൻ. ഞാൻ വിചാരിക്കുന്നത് ഇന്നു മുതൽ നമുക്ക് ഫേസ് എക്സസൈസ്, അതായത് നമ്മുടെ ഈ ചിന്ന് കുറയ്ക്കാനുള്ള സാധനം നമുക്ക് ചെയ്താലോ. എങ്ങനെ ഗൈസ്, സെറ്റല്ലേ? അപ്പോൾ ചായ അവിടെ ചൂടായി, പ്ലേറ്റ് ഇവിടെ റെഡിയായി. പക്ഷെ ഈ പ്ലേറ്റ് നമുക്ക് വേണം. നമുക്ക് ഈ പ്ലേറ്റ് തിന്നാം. അലമാരക്കകത്ത് ഇതുപോലത്തെ ഇഷ്ടം പോലെ പ്ലേറ്റ് ഉണ്ട് ഗൈസ്. അത് എന്തിനാണ് വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മാക്ക് എന്നെ അറിഞ്ഞൂടാ. പക്ഷെ ഉമ്മ തരൂല. ഓ മൈ ഗോഡ് ഗൈസ്, ഇന്നലത്തെ ബൺ പൊറോട്ട അതിനകത്ത് പ്രാന്ത് കാണിക്കാം. എൻ്റെ 1000 മണ്ടേ മുറിഞ്ഞിരിക്കുന്നു ഗൈസ്. തിന്നാൻ പറ്റുന്ന വല്ലാത്ത ചതി ഇത്. ഓർക്കാപ്പുറത്തന്നെ പിന്നെ നമ്മളെ ചിക്കൻ റെഡിയായി. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി, ഉമ്മ ഉണ്ടാക്കിയ ചായ, ഉമ്മ ഉണ്ടാക്കിയ ഉരട്ടി. നമുക്ക് ചിക്കൻ കറി എടുക്കാം ഗൈസ്. ഇന്നലെ ഞാൻ വെച്ച ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. കറി എടുത്തു ഗൈസ്. ചിക്കൻ കറി, ബൻ പൊറോട്ട, ഒരു ഉരട്ടി. 3 മിനിറ്റ് 32 സെക്കൻഡ് ഗൈസ്. അപ്പം ഇന്ന് മൊത്തത്തിൽ ഒരു 10-20 മിനിറ്റ് കാണും. അതെ, 1 മണിക്കൂർ കൂടുതലാണ്. സോ നമുക്കിത് കഴിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുത്താൽ പോരേ. ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്ന് തിന്നാന്നുള്ള തീരുമാനത്തിലെത്തി ഗൈസ്. കാരണം പുറത്തോട്ട് പോയാൽ റേഞ്ച് കിട്ടൂല. എന്തിനാണ് നമ്മൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് തിന്നണ? നമ്മൾ റേഞ്ച് ഉള്ള സ്ഥലത്തിരുന്ന്, ഇവിടെ റേഞ്ച് ഇല്ലെങ്കിലും നമുക്ക് തിന്നാം. അപ്പം ഗൈസ്, നമ്മുടെ ബൻ പൊറോട്ട എന്തിനാണ് ഞാൻ തിന്നാൻ സമ്മതിച്ചൂല. സാധനം ആകെ ഒരു ഇച്ചിരിയേ ഉള്ളൂ. അത് നിന്നോട് കൊടുത്താലോ? അത്ര ദുഷ്ടത്തിയൊന്നുമില്ല, ഞാൻ കൊടുക്കൊക്കെ ചെയ്യും വല്ലപ്പോഴും. എന്തൊരു ഇത് പിരിക്കണം തോന്നണം. ഞാൻ ഒരു ഭാഗം തിന്നതിന് മുന്നേ ഇത് തിന്നു. എന്ത് ഉള്ള മാറി ഇത് ഞാൻ കാണിച്ചു കാശ്. ഞാൻ അടുത്ത ഭാഗം തിന്നില്ല, അതിന് മുന്നേ മ്യാവ് വിളിച്ചു തുടങ്ങി. ഞാൻ എന്ത് ചെയ്യട്ടെ? ഞാൻ വീണ്ടും കൊടുത്തു. ഞാൻ തിന്നതിനെക്കാട്ടി കൂടുതൽ തിന്ന പൂച്ചയ്ക്കാണ് കൊടുത്തത്. ഞാൻ കൊടുക്കൂല. നീ ശരി, ഇനി ഇവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പൂച്ച മൊത്തം നിന്നുണ്ടോ? ഞാൻ
റൂമിൽ പോയിരുന്ന് കഴിക്കും. ഞാൻ സിംബ അങ്ങോട്ട് മാറി. 3-4 ദിവസമായിട്ടുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സിംബ എവിടെയെങ്കിലും പോവും, തപ്പി ഞാൻ ഇറങ്ങും. എനിക്ക് വയ്യ. എനിക്കാണെങ്കിൽ പൂച്ചേനെ പറയുന്ന നടക്കണതേ ഇഷ്ടമല്ല. എന്നിട്ട് കിടക്കണ കിടപ്പുണ്ടോ ഞങ്ങൾ കാണിച്ചിട്ടും ഒന്നും അറിയാത്ത പോലെ പൂച്ചേനെ കളിപ്പിച്ചാല. എനിക്ക് സത്യം പറഞ്ഞാൽ പൂച്ചേനെ ഇഷ്ടമല്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ ഈ ഷിംബനെ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ. ഷിംബ ഒരു പാപമാണ്. അതാ കൈ കൊണ്ട് വെച്ച് കടിക്കാൻ പാട് പഠിച്ചാൽ ഇങ്ങോട്ടാ ഇവിടെ കളിച്ചു കൂട്ടണം. ഇതിന്റെ കുരുത്തകയാണ് കണ്ട ആരാണ് ഗായ്സ് ഇതിനെ ഇഷ്ടപ്പെടാത്ത? കണ്ട 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 ആരോ എന്തോ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നോക്കിയാണ് ഇരുന്നത്. ഡേ ഷിംബ, സ്വന്തം പേര് അതിന് അറിഞ്ഞൂടാത്തോണ്ടാണോ? ഇങ്ങോട്ട് വാ. എടുക്കാൻ പറ്റല്ല, നഖം പുറത്ത് വെച്ചോണ്ടിരിക്കണം. ഞാൻ പിടിക്കാൻ പോകുമ്പോഴേ ഇതിന് എന്തൊരു മക്കളെ എൻ്റെ ഒരു അടി 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 പിടിക്കാൻ പോകുമ്പോഴേ അതിന് മനസ്സിലാവും, ഓ ലവൾ എന്നെ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന്. ഷോ ഇരിക്കണ വേണ്ട, കൊല്ലം കൊണ്ട് വെച്ചിരിക്കാൻ പോലെ. എല്ലാരും പറഞ്ഞു അങ്ങോട്ട് കേരളാണ്. പാവമായിരുന്നാലും അതൊരു ഭീകരനാണ്. ഓ മൈ ഗോഡ്, കയ്യിലൊക്കെ വെച്ച്. പക്ഷേ നമുക്കിന്ന് പ്രശ്നമല്ലാന്ന് വിചാരിച്ചാൽ പ്രശ്നമാണ്. പൂച്ചേന്ന് അള്ള് കിട്ടിയാൽ എന്തായാലും TT എടുക്കണമെന്നല്ലേ? അള്ള് കിട്ടാതെയൊക്കെ നോക്കണം കേട്ടോ എന്നോടാ. അപ്പോൾ ഗൈസ് ഇനി നമുക്കിവിടെ തൂത്ത് വരണം. പിന്നെന്താണ്, പിന്നെ ഒരു പണിയില്ല. മുറ്റത്തൊക്കെ കാട് കയറി, പക്ഷെ എനിക്കിനി പറിക്കാമെന്ന് വയ്യ. എന്തോ ഒരു കൊറിയർ വരണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് പറഞ്ഞോടാ. അത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. പോസ്റ്റിലാണ് വരണത്, അതുകൊണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒന്ന് 10 മണിയാകുമ്പോൾ വിളിച്ചപ്പം പറയുന്നത് 12 മണിയാണെങ്കിൽ ഈ സമയത്ത് വരാനുള്ളതാണ്. പക്ഷെ പുള്ളിക്കാരനെ കാണാനല്ല, എന്തായാലും നമുക്ക് നോക്കാം. ജോലി ചെയ്തുകൊണ്ടിരിക്കും, വരുമായിരിക്കും. പിന്നെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ കളിക്കുകയൊക്കെ നടക്കണില്ല. അത് മൊത്തത്തിൽ മെനക്കെടുന്നത് ദിവസം. അപ്പോൾ നമുക്ക് ഓരോ ജോലികളായിട്ട് തീർത്തിട്ട് വരാം. ആദ്യം തൂത്ത് വരാം. അപ്പോൾ ഞാൻ ചൂലെടുത്തിട്ട് വരാം. അതുവരെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യേ. ഇപ്പം വരാം. ചൂലെടുത്ത ഗൈസ് ഇവിടെ മൊത്തം ഇനി തൂത്ത് വരാം. നിങ്ങൾ വിചാരിക്കുമോ നീ ജോലിയൊക്കെ ചെയ്യോ? സിംബയാണ് അകത്ത് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കണം. നീ ജോലിയൊക്കെ ചെയ്യുമോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ ചെയ്യും ഗൈസ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യം ഇതാണ്, നീ ജോലി ചെയ്യോ? എന്താ എൻ്റെ ജോലി ചെയ്താൽ കയ്യിലിരിക്കൂലേ? ഞാൻ ജോലിയൊക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ്. ആർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞൂടെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ചെറിയ ഷോട്ട്. കൈസൻ്റെ നഖത്തിൽ വെള്ള വന്ന് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ ഇത് കണ്ട, പണ്ട് നമ്മൾ നഖത്തിൽ ഇങ്ങനെ വെള്ള വന്നു കഴിഞ്ഞാൽ പറയും എന്തര് ഓണക്കോടി കിട്ടും. എനിക്കൊരു ഓണക്കോടി ഒരു ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല ഗൈസ്. എന്നാണ് ഇനി ഓണക്കോടി കിട്ടണേ. എന്താ ആസൈ പുന്നകൈ മൂഞ്ചിൽ. ഇതാണ് ഇപ്പം എൻ്റെ കറക്റ്റ് അവസ്ഥ. അപ്പം ഗായ്സ് നമുക്ക് തൂക്കാം. ഞാൻ തൂക്കണ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ഇനി തൂത്ത് വന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാൻ തൂക്കണ കണ്ടിട്ട് ഇനി ഏതെങ്കിലും അമ്മായിമാർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ചാലോ? അതുകൊണ്ട് വേണ്ട. കൊറിയർ വന്നു ഗൈസ്. നമുക്കിനി കൊറിയർ വന്ന് നമ്മളെ കയ്യിൽ കിട്ടിയേട്ടാ. സംഭവം ആ ചേട്ടൻ്റെ വീട് ഞാൻ എടുത്തില്ല. പാവം പുള്ളിക്കാരൊരു ബുദ്ധിമുട്ടായാലും എന്നാണ് ഞാൻ പറയാം, എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന്. നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. ഇതിലെന്തരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് മാത്രം വെച്ചിട്ടുള്ളൂ. എന്നാലും ഇതെന്തായിരിക്കും? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞ്, ജോലിയൊക്കെ ഒരുവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ആകെ തൂത്ത് വരണ ജോലി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ആ സംഭവം കഴിഞ്ഞ് ഇനി കുളിക്കണം. ഇന്ന് വെള്ളിയാഴ്ചയിലെ കുളിച്ച് നിസ്കരിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂം? കൊള്ളാമോ ഗൈസ്? സൂം ചെയ്ത് കാണിച്ചതാ. കമ്മലല്ലേ ഗൈസ് ഇതൊരു ഹൈലൈറ്റ് അല്ലേ?
അതെ ഇതില് കമ്മല് കണ്ടോ You can ask the flowers. I sit for hours. Tell the bluebirds. The കോസ്റ്റ്യൂമിന്റെ ഫുള്ള് ഗൈസ് ഇതാണ് എന്റെ കോസ്റ്റ്യൂമിന്റെ ഫുൾ. പിറകൊന്നും നോക്കണ്ട, പിറക് ഞാൻ ഒരുങ്ങാൻ വേണ്ടി കുറെ സാധനങ്ങളെ കൊണ്ട് വെച്ച് അതിൻ്റെയാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ചെയ്ത്, നമ്മൾ ഫുഡ് കഴിച്ച്, ചോറ് ഞാൻ കഴിച്ചില്ല, അതുകൊണ്ടാണ് ചോറിന് എടുക്കാത്തത്. ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കുളിച്ചൊരുങ്ങി നിസ്കരിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു വീഡിയോ എടുത്ത് ഞാൻ. അപ്പം അങ്ങനെ കുറേ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം ഗൈസ്. എനിക്ക് ഡബിൾ ചിഹ്ന വരുന്നു ഗൈസ്. ഡബിൾ ചിഹ്ന വരണം എന്നല്ല, കൂടി ഓൾറെഡി അത് എനിക്കുണ്ട്, ഉള്ളത് കൊണ്ടത് കൂടി. അതിൻ്റെ എക്സസൈസ് ഞാൻ ചെയ്യും. അപ്പോൾ ഇത് സിന്ധുമാമിയുടെ ഉണ്ണിച്ചേൻ്റെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്, ഭയങ്കര കിടിലം. നമ്മൾ മീഷോന്ന് ഇത് ഒരു 1500 1100 ഇത് വേർത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് 1500 സാധനം കിട്ടും. പക്ഷേ കണ്ട ഒരു 5000 തോന്നിക്കും, ഞാൻ വിശ്വസിക്കുന്നു. തോന്നിക്കും ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ലിങ്ക് വേണമെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, പെട്ടെന്ന്. അപ്പോൾ എൻ്റെ മേക്കപ്പ് സാധനം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാമല്ലോ, അതിന് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ബുദ്ധി. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം എന്തിനാണ് അപ്പോൾ ഗൈസ് എൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. രാത്രി കിടന്ന് ഉറങ്ങണത് വരെ എടുക്കണമെന്നൊക്കെ ആഗ്രഹം എനിക്കുണ്ടെങ്കിലും എടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഫോൺ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം ഗൈസ്. എന്ത് ചെയ്താലും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നല്ല കാര്യമുള്ളൂ, ഞാൻ അടുത്തിടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണ്ടേ? അത് വരണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ വ്ളോഗ് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം. എന്നാലും എനിക്ക് ഇതുപോലത്തെ വ്ളോഗൊക്കെ ഇടാനുള്ള ഒരു ത്വര വരുള്ളൂ. സോ ത്വര ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ.